السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين برضا الله. يا عباد الله اتقوا الله. وعن عثمان بن عفان رضي الله عنه قال: سمعت رسول الله صلى الله عليه وسلم يقول: من صلى العشاء في جماعة فكأنما قام نصف الليل ومن صلى الصبح في جماعة فكأنما صلى الليل كله. റവാഹു മുസ്ലിം. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ മുത്തഖീകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഫദ്ലു സ്വലാത്തുൽ ജമാഅത്ത് നിസ്കാരത്തിന്റെ ശ്രേഷ്ഠതകൾ അതിനെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി നമ്മൾ സംസാരിച്ചു വന്നിരുന്നത്. നിസ്കാരം എല്ലാവർക്കും ഇഷ്ടമാണ്. ചെറിയ കുട്ടികൾക്ക് മുതൽ വലിയ ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ജമാഅത്ത് നിസ്കരിക്കാൻ കഷ്ടമാണ്. അതെന്തുകൊണ്ടാണ്? ഒന്ന്, അതിൻ്റെ പ്രതിഫലത്തെ സംബന്ധിച്ച് കൃത്യമായൊരു ധാരണ ഇല്ലാത്തതുകൊണ്ട്. എല്ലാവരും നിസ്കരിക്കുന്നു, നിസ്കരിച്ചില്ലെങ്കിൽ ഞാൻ എന്താവും എന്ന ആ ചിന്താഗതിയൊന്നുമല്ല, മറിച്ച് അതിനപ്പുറം അതോടുകൂടി തന്നെ അത് നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ അതിൻ്റെ ഗൗരവം എന്താണ്? ഇത് രണ്ടും ചേരുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരാൾ ശരിയായ രൂപത്തിൽ നിസ്കാരം അതിൻ്റെ അവ്വല് വക്തിൽ കൃത്യമായ സ്രോതസ്സിൽ നിർവഹിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ: മൻ സല്ല ലില്ലാഹി 40 യൗമൻ ഫീ ജമാഅ. അല്ലാഹു തആലയ്ക്ക് വേണ്ടി ഒരാൾ 40 ദിവസം ജമാഅത്ത് നിസ്കരിച്ചാൽ യുദരിക്കു അത്തക്ബീറത്തുൽ ഊല, അയാൾക്ക് ലഭ്യമായതാകട്ടെ, അയാൾ നിസ്കരിച്ചതാകട്ടെ, ഒന്നാമത്തെ തക്ബീറത്തിൽ അയാൾ ഉണ്ട്. ആദ്യ സമയത്ത് ഇമാമിനോട് കൂടി ജമാഅത്തായിട്ട് പതിവായിട്ട് 40 ദിവസം നിസ്കരിച്ചാൽ കതബ ലഹു ബറാഅത്താനി, അയാൾക്ക് 2 അനുഗ്രഹങ്ങൾ, 2 മോചനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തി വെക്കും. ബറാഅത്തുൻ മിനന്നാർ, നരകത്തിൽ നിന്ന് മോചനം. അതിൽ കൂടുതൽ എന്താ വേണ്ടത്? പക്ഷെ അത് എളുപ്പമല്ല. ഒന്നുകിൽ അതിൻ്റെ ദിവസം തെറ്റിക്കും, അല്ലെങ്കിൽ സമയം തെറ്റിക്കും. അതിന് പിന്നാലെ വേറെ ആളുണ്ടല്ലോ. ശൈത്താൻ അതിന് എന്തെല്ലാം തന്ത്രങ്ങൾ മെനയാൻ പറ്റുമോ അത് മുഴുവൻ മെനയുകയും ദുർബലനായ മനുഷ്യൻ അതിന് വീണുപോവുകയും ചെയ്യുമ്പോൾ ഈ പറഞ്ഞ ഷർത്ത് പാലിക്കാൻ പലപ്പോഴും മനുഷ്യന് പ്രയാസകരമായി തീരും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. നരകത്തിന് രക്ഷപ്പെടാത്തതിനേക്കാൾ കൂടുതൽ വലിയ സങ്കടം ഇബ്ലീസിന് വേറൊന്നുമില്ല. എങ്ങനെയെങ്കിലും ഇതിൽ പിടിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ബറാഅത്തുൻ മിനൻ നിഫാഖ്, ഒന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചതുപോലെ നിഫാഖിൽ നിന്ന്, വിശ്വാസത്തിന്റെ കപടതയിൽ നിന്ന് മോചനമുണ്ടാകുക എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ: ലൈസ സ്വലാത്തുൻ അസ്ഖലു അലൽ മുനാഫിഖീന. ഒരു നിസ്കാരമില്ല, മുനാഫിഖുകൾക്ക് ഏറ്റവും ഭാരമേറിയ ഒരു നിസ്കാരവും ഇല്ല. മിനൽ ഫജ്രി വൽ ഇശാ, ഫജറിനേക്കാൾ ഇശാഇനേക്കാൾ. ബാക്കിയുള്ളതിനൊക്കെ ഏന്തിപ്പിടിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്യുന്നുവെങ്കിൽ, പക്ഷെ ഇതിങ്ങനെ ചെയ്യാൻ എന്തോ ഒരു പ്രയാസം. അതിന് ചൊറിഞ്ഞ് മാന്തി കഷ്ടപ്പാട് പറഞ്ഞ് അള്ളാഹു പറഞ്ഞല്ലോ പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയുടെ തുടക്കത്തിൽ 45-ാമത്തെ ആയത്ത്: വസ്തഈനൂ ബിസ്സബ്രി വസ്സലാ, നിങ്ങൾ നിസ്കാരം കൊണ്ടും ക്ഷമ കൊണ്ടൊക്കെ പരസ്പരം ഉപദേശിക്കണം കേട്ടോ. വ ഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈന, ഖുശൂ ഇല്ലാത്തവർക്ക് ഇത് ഭയങ്കര ഭാരം, ചെയ്യാൻ പ്രയാസം. പ്രതിബന്ധങ്ങൾ മുമ്പിൽ ഇങ്ങനെ ഒന്നിന് പുറകെ ഒന്നായി ഇങ്ങനെ ഉണ്ട് എന്നൊരു തോന്നൽ ശൈത്താൻ കാണിച്ചു കൊടുക്കും. അതിൽ മനുഷ്യൻ വീണ് പോവുകയും ചെയ്യും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഷഹിദൽ ഇശാ ഫീ ജമാഅത്തിൻ, ഏതെങ്കിലും ഒരു വ്യക്തി ഇശാ ജമാഅത്തിൽ പങ്കെടുത്താൽ കാന ലഹു ഖിയാമു നിസ്ഫി ലൈല, എന്ന് നമ്മൾ പറഞ്ഞില്ലേ, അയാൾ രാത്രിയുടെ അർദ്ധഭാഗം, പകുതി, 6 മണിക്കൂർ നിരന്തരമായി ഇടതടവില്ലാതെ നിസ്കരിച്ചതിന്റെ കൂലി അയാൾക്ക് കിട്ടും. വമൻ സല്ല അൽ ഇശാ വൽ ഫജ്ർ, ഇനി ഒരാൾ ഇശാഉം ഫജ്റും നിസ്കരിച്ചാലോ, 2 അറ്റം, ആദ്യത്തെ ഭാഗം ഇശായിൽ പകുതി കിട്ടി, 2ാമത്തെ അറ്റം ഫജ്റിൽ കിട്ടി എങ്കിൽ 2 കൂടി കൂട്ടിമുട്ടിയാൽ കാന ലഹു ഖിയാമി ലൈലത്തിൻ, ഒരു ദിവസം മുഴുവൻ നിസ്കരിച്ച കൂലി ആൾക്ക് കിട്ടും. ഇതാണ് തുടക്കത്തിലുള്ള ഹദീസ്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് പകുതി നമ്മൾ ഇന്നലെ കേട്ടത്. ഒരാൾ ഇശാ നിസ്കരിച്ചാൽ അയാൾക്ക് രാത്രിയുടെ പകുതിയുടെ കൂലി കിട്ടും. സുബഹി കൂടി നമസ്കരിച്ചാൽ ഒരു പൂർണ്ണമായ ദിവസം നമസ്കരിച്ച കൂലി അയാൾക്ക് കിട്ടുകയും ചെയ്യും. ഒരു സമ്പൂർണ്ണമായ രാത്രിയുടെ പൂർണ്ണമായ നിസ്കരിച്ചതിൻ്റെ പ്രതിഫലം ഒരാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഒരാൾ അങ്ങനെ ജീവിതത്തിൽ ദൈനംദിനമായി നിത്യേന
നിസ്കരിച്ച വ്യക്തിയെ പോലെയായി തീരും. അല്ലാഹു സുബ്ഹാനഹു വ തആല ജമാഅത്ത് അതിന്റെ അവ്വൽ വക്ത് തക്ബീറത്തുൽ ഊലയിൽ തന്നെ നിർവഹിക്കാൻ കഴിയുന്ന മഹാഭാഗ്യവാന്മാരിൽ ഉൾപ്പെടാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. മനുഷ്യ സഹജമായി വന്നുപോകുന്ന എല്ലാ വീഴ്ചയും അനർത്ഥവും അബദ്ധവും തെറ്റും കുറ്റവും അള്ളാഹു പുറത്ത് മാപ്പാക്കി തന്നു ഇരുലോകത്ത് നമ്മെ അനുഗ്രഹിക്കട്ടെ. അവയ്ക്കൊക്കെ പകരമായി നന്മകൾ ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ബർസഖയായ ജീവിതം അള്ളാഹു റാഹത്താക്കി കൊടുക്കട്ടെ. രോഗികളായ വീടുകളിലും ആശുപത്രികളിലും ഈ മജ്ലിസിലും ഒക്കെയുള്ള നമ്മുടെ സഹോദരങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ആജിലും കാമിലുമായ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. ആഫിയത്തും ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. അവരവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സുഹത്തും താഖത്തും ആഫിയത്തും അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കും നമുക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ഈമാനും ഇഖ്ലാസും തഖ്വയും ഖുശൂഉമുള്ള മുത്തഖീങ്ങളായി ജീവിക്കുവാനും ജീവിതാന്ത്യം വരെ ആ തഖ്വ കാത്തു സൂക്ഷിക്കാനുമുള്ള തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. മരണസമയത്ത് അഫ്ദലുൽ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ കാമിലായ ഈമാനോടുകൂടി പറഞ്ഞ് പുഞ്ചിരിയോടുകൂടി കണ്ണടച്ച് മരിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തഖീകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ നല്ല മുറാദുള്ള അള്ളാഹു എത്രയും പെട്ടെന്ന് ഹാസിലാക്കി കൊടുക്കട്ടെ. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ശാരീരികവും സാമ്പത്തികവും മാനസികവുമായ എല്ലാവിധ ക്ലേശങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കും നമുക്കും എളുപ്പമാക്കി തന്ന അവരെയും നമ്മയും അനുഗ്രഹിക്കട്ടെ. ഉപജീവനത്തിൽ അള്ളാഹു പ്രവിശാലമായ അവന്റെ ഖൈറും ബറക്കത്തും വർഷിച്ച് നമ്മയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. പാരത്രികമായ ലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ജന്നാത്തുൽ ഫിർദൗസിന്റെ ഉടമകളായ അമ്പിയാക്കളും മുർസലുകളും ഔലിയാക്കളും സലഫുസ്സാലികളും സിദ്ദീഖുകളും ശുഹദാക്കളും ഉൾപ്പെടുന്ന സ്വർഗത്തിന്റെ ആരാമങ്ങളിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും സന്താന പരമ്പരകൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين 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 برحمتك يا أرحم الراحمين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.